ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാത്തിരുന്ന് നമ്മളെ രാഘുവിൻ്റെ കല്യാണമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രസ്സും കൊണ്ട് പോകാൻ പോകുന്നതാണ്. അങ്ങനെ നമ്മൾ വേഗം ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഇളയമ്മൻ്റെ അടുത്തേക്ക് പോയി. അവിടെ പോകുമ്പോഴത്തേക്ക് ഏച്ചിമാരെല്ലാം കൂടെ പെട്ടിയിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം കൂടെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുപോകേണ്ട പെട്ടിയിൽ അരിഞ്ഞൊരിക്കുന്നതാണ്. രാഘുവിൻ്റെ പെങ്ങളുടെ പൊന്നു ഓളാന്ന് പെട്ടിയും കൊണ്ട് പോകുന്നത്. നമ്മളൊരു 10-12 ആൾ ആണ് ഡ്രസ്സും കൊണ്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. പെണ്ണിൻ്റെ വീട് കണ്ണാടിപ്പറമ്പാണ്. നമ്മളെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഒരു അരമണിക്കൂർ ഓട്ടോ ഉണ്ട്. അപ്പോൾ എല്ലാവരും റെഡിയായി വണ്ടിയിലേക്ക് ഇതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഫൈനലി നമ്മൾ നയനേൻ്റെ വീട്ടിലെത്തി. അപ്പോൾ നമ്മളവിടുന്ന് കൊണ്ടുവന്ന പെട്ടി സുരക്ഷിതമായിട്ട് പെണ്ണിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളവിടുന്ന് എല്ലാവരും ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് പിന്നെ ആ തിരക്കുള്ളതുകൊണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നാളെ രാവിലെ കാണാമെന്ന് ബൈ പറഞ്ഞിട്ട് നമ്മളവിടുന്ന് കീഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളെ വീട്ടിലേക്ക് എത്തി. അവിടെ എത്തുമ്പോൾ തന്നെ എല്ലാവരും ഓൾറെഡി ഡാൻസിൻ്റെ എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി എന്താ പറയണ്ടേ തിമിർത്ത് ആഘോഷിച്ച് അച്ഛനും കനകാപ്പനും ഇളയമ്മയും എല്ലാവരും ഫ്രണ്ട്സും എല്ലാവരും കൂടി എന്താ പറയണ്ടേ തലേ ദിവസം അടിച്ച് പൊളിച്ച് പോലെ കൊഞ്ചി വരും നാമക്കിളികളുണ്ട്. അമ്മയ്ക്ക് കൂട്ടുനടക്കാൻ പുന്നാര പൈക്കറുണ്ട്. കരയ്ക്കരയ്ക്ക് കടത്തിനൊരമ്പിളി തോണിയുണ്ട്. വീടേ വീടെന്ന് മൊഴിയിൽ നാടേ നാടെന്ന് ആരുണ്ടെന്നാലും അമ്മതൻ കൂടെ ഞാനുണ്ട്. കൂടെ ഞാനുണ്ട്, എന്നും ഞാനുണ്ട്. മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ. പിറ്റേന്ന് രാവിലെ കല്യാണത്തിൻ്റെ അന്ന് ചെറിയൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിന് അമ്പലത്തിൽ വെച്ചിട്ട്. പിന്നെ മുഹൂർത്താന്നയിലെടുക്ക് നമ്മൾ വേഗം ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നോക്കലാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങി ഓഡിറ്റോറിയത്തിൽ എത്തി. അങ്ങനെ പുതിയക്കനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അളിയും ബൊക്കയെല്ലാം പിടിച്ച് സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഓനുള്ളിലേക്ക് കയറി. അങ്ങനെ ഓൻ്റെ കൂടെ നമ്മളും കൂടെ കയറി. പിന്നെ രാവിലെ തന്നെ നയന വന്നിട്ട് മേക്കപ്പ് എല്ലാം ചെയ്ത് സെറ്റായിട്ടുണ്ട്. അങ്ങനെ നയനയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഫൈനലി നയനയും കൂടെ വന്ന് സ്കിൻ ടോണെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തിന്. അതുകൊണ്ട് ബോറൊന്നും ഉണ്ടായിട്ടില്ല, കാണാൻ നല്ല ഭംഗി ഉണ്ടായിന്. അങ്ങനെ താലികെട്ടും സദ്യ കഴിക്കലും പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു കയറേണ്ട സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചെത്തി. പെണ്ണിനെയും കൂട്ടിയിട്ട് നമ്മളെ നാട്ടിലെത്തിയപ്പോഴുള്ള പരിപാടിയാണ് ഈ കണ്ടത്. നമ്മളെ അനിയന്മാരും ചെക്കൻ്റെ ചങ്ങായിമാരും എല്ലാവരും കൂടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലതുകാലി വെച്ച് വിളക്കെല്ലാം എടുത്ത് നയന പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നതാണ്. അങ്ങനെ ആ പരിപാടികളിൽ അവിടെ കഴിഞ്ഞ് അന്ന് ഈവനിങ് തന്നെ റിസപ്ഷനും കൂടി ഉണ്ടായിനി. അപ്പോൾ നമ്മൾ വേഗം വീട്ടിൽ പോയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഓടി വന്ന് അപ്പോഴത്തേക്ക് തന്നെ ആളുകളെല്ലാം വരുന്നുണ്ടായിനി. പിന്നെ ബുഫയാണ് ഉണ്ടായിനി. നെയ്പത്തിരിയും ബിരിയാണിയും
കപ്പയും മത്തിയും അങ്ങനെ എന്തെല്ലാം ഐറ്റംസ് എല്ലാം ഉണ്ടായിന്. പിന്നെ ചെക്കൻ്റെ ഫ്രണ്ട്സിൻ്റെ വക കേക്ക് കട്ടിങ് എല്ലാം ഉണ്ടായിന്. കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഡാൻസെല്ലാം കളിക്കലിന് തകൃതിയായിട്ട് നമ്മൾ അടിച്ച് പൊളിച്ചിന് കല്യാണം. കുറേ കാലത്തിന് ശേഷം നമ്മളെ കുടുംബത്തിലൊരു അടിച്ചുപൊളി കല്യാണം ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിന്. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് ഇനി ഒറിജിനൽ സോങ് ആഡാക്കാൻ പറ്റാത്തത്. അങ്ങനെ നമ്മൾ കല്യാണ ചെക്കനെല്ലാം ലാസ്റ്റ് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഓടി വന്ന് നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടിച്ച് പൊളിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ കുഞ്ഞ് കല്യാണ വിശേഷം. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.